തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിനായുള്ള ഓർഡിനൻസ് ഗവർണർ മടക്കി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് രാജ്ഭവന്റെ നടപടി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടാൻ സർക്കാർ നീക്കവും ആരംഭിച്ചു. ഷബീദ് റാവുത്തർ വിശദാംശങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷബീദ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അവരെ വെട്ടിലാക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ എണ്ണം കൂട്ടാൻ തീരുമാനിച്ചത്. ഇതിനുള്ള നിയമ ഭേദഗതിക്കായിട്ടുള്ള ഓർഡിനൻസ് ആണ് ഗവർണർക്ക് അയച്ചത്. ജനസംഖ്യാനുപാതികമായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് വീതം വർദ്ധിപ്പിക്കാനായിരുന്നു പ്രത്യേക മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. മാത്രവുമല്ല, വാർഡ് വിഭജനത്തിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായി കമ്മീഷൻ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ഓർഡിനൻസ് രാജ്ഭവനിലേക്ക് അയച്ചത്. എന്നാൽ ആ ഓർഡിനൻസ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാജ്ഭവന്റെ ഇപ്പോഴത്തെ ഇങ്ങനൊരു നീക്കം വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണമെന്നും ഓർഡിനൻസ് മടക്കി സർക്കാരിനെ ഗവർണർ അതല്ലെങ്കിൽ രാജ്ഭവൻ അറിയിച്ചിട്ടുണ്ട്. ഇതോടുകൂടി വെട്ടിലായത് സർക്കാരാണ്. സർക്കാർ അക്കാര്യത്തിൽ വഴികൾ പലത് തേടുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വളരെ പെട്ടെന്ന് വാങ്ങാനാണ് നിലവിൽ ഇപ്പോൾ സർക്കാരിന്റെ നീക്കം. ഈ ഓർഡിനൻസിൽ അനുമതി കിട്ടാതെ നിയമസഭാ സമ്മേളനം വിളിക്കാൻ ആവില്ല. നിയമസഭാ സമ്മേളനം വിളിക്കുന്നത് വെള്ളിയാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗം പരിഗണിക്കാനിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ പലതരത്തിലുള്ള ബില്ലുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് രാജ്ഭവൻ സർക്കാർ പോരിലേക്ക് കാര്യങ്ങൾ അതല്ലെങ്കിൽ ഗവർണർ സർക്കാർ പോരിലേക്ക് കാര്യങ്ങൾ പോയിരുന്നെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു അനുനയത്തിന്റെ സാധ്യതകളും സൂചനകളും ഒക്കെയായിരുന്നു പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ രാജ്ഭവൻ ചില എതിർപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നു. ഏതായാലും ഈ ഓർഡിനൻസ് ഇപ്പോൾ മടക്കിയതിലോടുകൂടി മറ്റു വഴികൾ തേടിക്കൊണ്ട് എത്രയും പെട്ടെന്ന് നിയമസഭാ സമ്മേളനം കൂടാനുള്ള ഒരു വഴിയാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങുന്നതിലേക്ക് സംസ്ഥാന സർക്കാർ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. ഷബീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇത് അപ്രതീക്ഷിതമായ രാജ്ഭവന്റെ ഒരു നീക്കം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ ഇത്തരമൊരു തീരുമാനം ഓർഡിനൻസായി വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിലൊരു ന്യായയുക്തി ഉണ്ട് എന്ന് നമുക്ക് തോന്നും.